പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ് പോസ്റ്റർ തയ്യാർ കരേം അതുപോലെ വിജ്ഞാപൻ തയ്യാർ കരേം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഓരോ ഉദാഹരണങ്ങളിലൂടെ അത് പഠിച്ചെടുക്കാം. ആദ്യം, आपके स्कूल में नशीली दवा सामाजिक अभिशाप विषय पर भाषण प्रतियोगिता होने वाला है, उसके लिए एक പോസ്റ്റർ തയ്യാർ കരേം എന്ന ഒരു ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതുക? എന്താണ് ചോദ്യം? आपके स्कूल में, താങ്കളുടെ സ്കൂളിൽ നശീലി ദവ സാമാജിക് അഭിശാപ് എന്ന വിഷയത്തെക്കുറിച്ച്, നശീലി ദവ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഒരു സാമൂഹ്യ ശാപം എന്ന വിഷയത്തെക്കുറിച്ച് ഭാഷൻ പ്രതിയോഗിത ഹോനെ വാലാ ഹെ, പ്രസംഗ മത്സരം നടത്തുന്നുണ്ട്. ഉസ്കെ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേം, അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇതൊരു പ്രോഗ്രാമാണ് അല്ലേ? ഒരു നിശ്ചിത സമയത്ത്, നിശ്ചിത ദിവസം, നിശ്ചിത സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവണം. എവിടെ വെച്ചാണ്, എന്നാണ്, എപ്പോഴാണ്, ആരെല്ലാം പങ്കെടുക്കും, എന്താണ് പരിപാടി, ഇത്തരം കാര്യങ്ങളെല്ലാം ആ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. ഭാഷൻ പ്രതിയോഗിത, അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് അല്ലേ? ഭാഷൻ പ്രതിയോഗിത ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതുപോലെ തന്നെ നോക്കി എഴുതുക, കുറച്ച് വലുതാക്കി എഴുതുക. ഭാഷൻ പ്രതിയോഗിത എന്നതാണ് പ്രോഗ്രാം. അത് നമ്മൾ മാക്സിമം വലുതാക്കി എഴുതുന്നു. എന്നിട്ട് വിഷയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് താഴെ. വിഷയ നശീലിതവ സാമാജിക് അഭിശാപ് എന്നതിന് തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചീകരൻ കാ ആഖിരി ദിൻ, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു ദിവസം നമുക്ക് കൊടുക്കാം. പേര് കൊടുക്കാൻ താല്പര്യം, ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 2024 ജൂൺ 4 വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് എന്ത് ചെയ്യണം? പഞ്ചീകരൻ കർണ ഹേ, പഞ്ചീകരൻ കർണ എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ ചെയ്യണം. പഞ്ചീകരൻ കാ ആഖിരി ദിൻ, അവസാന ദിവസം, രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? പിന്നെ താരീഖ്, സമയ, സ്ഥാനം, എന്നാണ് ഈ പ്രസംഗ മത്സരം നടക്കുന്നത്? 2024 ജൂൺ 5 ശനിവാർ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തപ്പോൾ ജൂൺ 4 കൊടുത്തത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ലോജിക്കലായിട്ട് ചിന്തിക്കുക അല്ലേ? ജൂൺ 5 പ്രോഗ്രാം, അതുകൊണ്ട് ജൂൺ 4 എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ശനിവാർ, ശനിയാഴ്ചയാണ്. സമയം ദോപഹർക്കെ 2 ബജെ, ഉച്ചയ്ക്ക് 2 മണി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ഥലം സ്കൂൾ സഭാഗൃഹ് AB സ്കൂൾ കൊല്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? AB സ്കൂൾ അല്ലെങ്കിൽ XYZ സ്കൂൾ, ആ രൂപത്തിൽ എന്ത് ചെയ്യാം? പേര് കൊടുക്കുക. ജില്ലയുടെ പേര് എഴുതാം അല്ലേ? കൊല്ലം എന്നോ ആലപ്പുഴ എന്നോ അല്ലെങ്കിൽ മലപ്പുറം എന്നോ കോഴിക്കോടെന്നോ കാസർഗോഡെന്നോ ഇടുക്കി എന്നോ വയനാടെന്നോ ഏത് ജില്ലയുടെ പേരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. ഉദ്ഘാടൻ പ്രഥമാധ്യാപകനാണ്, ഹെഡ് മാസ്റ്ററാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ മെഹ്മാൻ, അതിഥിയായിട്ട് സുകേഷ് സാഹിനിയാണ് വരുന്നത്. ഓക്കെ, സബ്കാ സ്വാഗത് എന്ന് എഴുതാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. സബ്കാ സ്വാഗത് എന്നുകൂടി എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്ററിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. आपके स्कूल में बढ़ती बीमारियां विषय पर संगोष्ठी होने वाला है. എന്താണ് മക്കളെ ഈ സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ? സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ ആണ് അല്ലേ? സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താ? സെമിനാർ. നിങ്ങളുടെ സ്കൂളിൽ ബഡ്ത്തി ബീമാരിയാം, വർദ്ധിച്ചു വരുന്ന അസുഖങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചൊരു സെമിനാർ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാർ കരേം. പോസ്റ്റർ തയ്യാറാക്കുക എന്ന് ചോദിച്ചാലോ? അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത് അല്ലേ? സെമിനാർ ആയതുകൊണ്ട് രജിസ്റ്റർ ഒന്നും ചെയ്യണമെന്നില്ല. ആ പഞ്ചീകരൻ്റെ ആ കാര്യം അങ്ങ് ഒഴിവാക്കി അല്ലേ? ബഡ്ത്തി ബീമാരിയാം വിഷയപ്പാർ, വർദ്ധിച്ചു വരുന്ന അസുഖങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സങ്കോഷ്ഠി, സെമിനാർ. അപ്പോൾ സെമിനാറാണ് ഇവിടുത്തെ പ്രോഗ്രാം. അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം വലുതാക്കി എഴുതുന്നു. പിന്നെ താരീഖ്, സമയ, സ്ഥാനം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 3 എഴുതുന്നു. ഉദ്ഘാടകനായിട്ട് പ്രഥമാധ്യാപകം മെഹ്മാനായിട്ട് നിവിൻ പോളിയാണ് വരുന്നത്. ഓക്കെ, സബ്കാ സ്വാഗത്. അപ്പോൾ ഈ പോസ്റ്റർ എങ്ങനെയാണ് എഴുതേണ്ടത്? സെറ്റായില്ല മക്കളെ? എന്താണ് പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ മാക്സിമം വലുതാക്കി എഴുതുന്നു. നേരത്തെ ഭാഷൻ പ്രതിയോഗിത എന്ന് വലുതാക്കി എഴുതിയ പോലെ, സങ്കോഷ്ഠി എന്ന് വലുതാക്കി എഴുതിയ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന പരിപാടി പ്രോഗ്രാം എന്താണെന്ന് നോക്കുന്നു, അത് വലുതാക്കി എഴുതുന്നു. ഓക്കെ, പ്രത്യേകിച്ച് വിഷയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെമിനാറിനും അതുപോലെ പ്രസംഗ മത്സരം, കഥാമത്സരം അല്ലേ, കഥാരചന മത്സരം, അങ്ങനെയുള്ള മത്സരങ്ങളാണെങ്കിൽ, പ്രതിയോഗിതകളാണെങ്കിൽ അതിൽ വിഷയം ഉണ്ടാവും. ആ വിഷയം എന്ത് ചെയ്യണം? പ്രത്യേകം ബോക്സിലാക്കി എഴുതണം. എന്നിട്ട് നമ്മൾ സാധാരണ പോസ്റ്റർ തയ്യാറാക്കുന്ന പോലെ താരീഖ്, സമയ, സ്ഥാനം ഇത് പ്രത്യേകം ബോക്സിലാക്കുന്നു. ഉദ്ഘാടൻ, മെഹ്മാൻ, പിന്നെ വിഷയാവതരൺ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സെമിനാറിലൊക്കെ നമുക്ക് വിഷയാവതരൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അവതരൺ, പ്രസ്തുതി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഏറ്റവും അവസാനം സബ്കാ സ്വാഗത് കൂടി എഴുതിയാൽ പോസ്റ്ററിൻ്റെ കാര്യം ക്ലിയറായി. ഇനി നമുക്ക് വിജ്ഞാപൻ നോക്കാം. മാൻ ലേം, സങ്കല്പിച്ചാലും, ബാസാർ മേ ഏക് നയാ പെൻസിൽ ആയാ ഹെ, മാർക്കറ്റിൽ ഒരു പുതിയ പെൻസിൽ വന്നിട്ടുണ്ട്. ഉസ്കെ ലിയേ ഏക് ആകർഷക് വിജ്ഞാപൻ തയ്യാർ കരേം.
അതിൻ്റെ ഉസ്കി ബിക്രി ബടാനെ കേലി, അതിൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്ററാണോ? അല്ല, വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലേ, പരസ്യമാണ്. പരസ്യവും പോസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പെൻസിലിൻ്റെ ഒരു എന്താ പറയുക ഒരു വിജ്ഞാപനം നമ്മൾ തയ്യാറാക്കുക? നമ്മൾ ആ പെൻസിലിന് ഒരു പേര് കൊടുക്കാം. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കമ്പനിയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ആ പേര് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു പേര് അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് ഇമാജിൻ ചെയ്യണം. ഇത് നമ്മൾ ഏതായാലും പുതിയ പെൻസിൽ വന്നു എന്നുള്ള ഇമാജിൻ ചെയ്യല്ലേ, അപ്പോൾ ആ പെൻസിലിന് ഒരു പുതിയ പേര് കൂടി അങ്ങ് ഇമാജിൻ ചെയ്യുക അല്ലേ. സുന്ദർ ലിഖാവട്ട് കി ആശാ ഹേ, നിങ്ങൾക്ക് മനോഹരമായ കയ്യക്ഷരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ലിഖോ രാജാ പെൻസിൽസേ, എഴുതിക്കോളൂ രാജാ പെൻസിൽ കൊണ്ട്, രാജ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ പേര് തന്നെ എഴുതാം. നിങ്ങളുടെ പെൻസിൽ കമ്പനിയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് തന്നെ എഴുതാം, അതിനൊന്നും പ്രശ്നമില്ല. സിർഫ് 3 രൂപയാ, വെറും 3 രൂപ മാത്രം. 5 ഖരീദിനെ പർ 1 മുഫ്ത്, 5 വാങ്ങിയാൽ 1 ഫ്രീ. ഓക്കെ, 5 ഖരീദിനെ പർ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. ചിലതൊക്കെ ഒരു 2-3 പോയിൻ്റൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. അത് അതിനനുസരിച്ച് എഴുതാം. ഇനി ഒന്നും തന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 5 ഖരീദിനെ പർ 5 വാങ്ങിയാൽ 1 മുഫ്ത്. മുഫ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൗജന്യം, ഫ്രീ ആണ്. സുന്ദർ ലിഖാവട്ട്, മനോഹരമായ എഴുത്ത്. വിഭിന്ന രംഗോമേ, പല വർണ്ണങ്ങളിൽ ലഭ്യമാണ്. തേസ് ലിഖാവട്ട്, നല്ല സ്പീഡിൽ എഴുതാൻ പറ്റും. അതുപോലെ കേരളമേ ഹർ കഹീം ഉപലബ്ധ്, കേരളത്തിൽ എവിടെയും ലഭ്യമാണ് എന്നുകൂടി എഴുതാം. ഓക്കെ, നെക്സ്റ്റ്. മാൻ ലേം ബാസാർ മേ ഏക് നയാ മൊബൈൽ ഫോൺ ആയാ ഹേ, മാർക്കറ്റിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. ഉസ്കെ ലിയേ ഏക് ആകർഷക വിജ്ഞാപൻ തയ്യാർ കരേ, അതിന് വേണ്ടിയിട്ട് ഒരു വിജ്ഞാപനം, ഒരു പരസ്യം തയ്യാറാക്കുക അല്ലേ. എന്തായാലും ഒരു വിജ്ഞാപനം എഴുതാനുണ്ടാവും. 8 മാർക്കിനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും വിജ്ഞാപൻ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്. അബുബി 5G മേ നഹി ബദല, ഇപ്പോഴും 5Gയിലേക്ക് മാറിയില്ലേ. മാംഗോ മൊബൈൽ ഫോൺ, മാംഗോ എന്നാണ് കേട്ടോ, ഒരു ഫോണിൻ്റെ കമ്പനിയുടെ പേരാണ് മാംഗോ മൊബൈൽ ഫോൺ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ. സിർഫ് 10,000 രൂപ, വെറും 10,000 രൂപ മാത്രം. സിർഫ് 10,000 രൂപ, വെറും 10,000 രൂപ മാത്രം. പിന്നെ മാത്രമല്ല 20% അല്ലേ, 20% ബട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് ഉണ്ട്, 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ എന്താണ്? ലിമിറ്റഡ് ഓഫർ ഓൺലി അല്ലേ, അങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. പിന്നെ കം ദാം, കുറഞ്ഞ വിലയാണ്. HD ക്യാമറയുണ്ട്, അതുപോലെ ആകർഷക രംഗ് പല വർണ്ണങ്ങളിലുണ്ട്. ജ്യാദാ സ്റ്റോറേജ്, കൂടുതൽ സ്റ്റോറേജ് ലഭ്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിലിൻ്റെയും അതുപോലെ ഈ ഫോണിൻ്റെയൊക്കെ പരസ്യത്തിൽ പെൻസിലിൻ്റെയും ഫോണിൻ്റെയൊക്കെ ചിത്രമൊക്കെ വരച്ച് വെക്കാം. ചിത്രമൊക്കെ എന്ത് ചെയ്യാം? വരക്കാൻ കഴിയുന്ന ആളുകൾ ഒരു ചെറിയൊരു ചിത്രമൊക്കെ എന്ത് ചെയ്യാം? വരച്ച് വെക്കാം. നെക്സ്റ്റ്. ബാസാർ മേ ഏക് നയി സാഡി സെൻറ്റർ കാ ഉദ്ഘാടനം ഹോനെ വാലാ ഹേ, മാർക്കറ്റിൽ ഒരു പുതിയൊരു സാരി സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. ഉസ്കെ ലിയേ ഏക് ആകർഷക വിജ്ഞാപൻ തയ്യാർ കരേം. അപ്പോൾ ഒരു സാരി സെൻറ്റർ ആകുമ്പോൾ ഷാദി ഹോ യാ പാർട്ടി, കല്യാണമാണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും സാഡി സെൻറ്ററിലേക്ക് വരൂ അല്ലേ. ആവോ എന്നൊക്കെ ചെയ്താൽ നമുക്ക്, ആവോ വന്നാലും എന്നിട്ട് ലീജിയെ വാങ്ങിച്ചാലും എന്ത് സാഡി സെൻറ്ററിലേക്ക് വന്നിട്ട് വാങ്ങിച്ചാലും. നയാ ബാസാർ നയി ദില്ലി, ന്യൂ മാർക്കറ്റ് അല്ലേ. നയാ ബാസാർ എന്ന് പറഞ്ഞാൽ ന്യൂ മാർക്കറ്റ് നൈ ദില്ലി. സിർഫ് 199 രൂപ മാത്രം അല്ലേ. സിർഫ് 199 രൂപയാസേ. പിന്നെ 50% ബട്ട. ഓക്കെ, 50% ബട്ട എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടാണ് അല്ലേ. കംദാം, കുറഞ്ഞ വിലയാണ്. ആകർഷകമാണ്. അതുപോലെ ജ്യാദാ ബട്ട, കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ജ്യാദാ വിവിധത, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വിവിധത എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻസ്. അപ്പോൾ പോസ്റ്ററും വിജ്ഞാപനം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മാർക്ക് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.